ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇനി നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാവുള്ളേ. അപ്പോൾ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. ഇന്നത്തെ വിശേഷം രാവിലെ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആരെങ്കിലും കയറി കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കയറി നോക്കിക്കോളൂ. അടിപൊളി വിശേഷം തന്നെയാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ സുധീനെ അങ്ങോട്ട് കുടിപ്പിച്ച് കിടത്തിയിരിക്കുകയാണ് ഇളയച്ചൻ അങ്ങോട്ട് ഊറ്റി അങ്ങോട്ട് കൊടുത്തു. നമ്മുടെ സുധി വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് തുപ്പിക്കളഞ്ഞിട്ടോ അതെങ്ങനെയൊക്കെയോ വയറ്റിലെത്തി. ഏതായാലും വയറ്റിലെത്തി കഴിഞ്ഞാൽ അറിയാലോ ഇതിന്റെ ഒരു അവസ്ഥ. അതും ആദ്യമായിട്ട് കുടിക്കുന്നത് നമ്മുടെ സുധി അങ്ങനെ മദ്യപിച്ചിട്ടൊന്നുമില്ല, ഇടയ്ക്കോ മുട്ടിനോ വല്ലോ ഒക്കെ മദ്യപിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് ഈ ശീലം ഇല്ലാത്തത് കൊണ്ട് ഇതങ്ങ് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരന്റെ ബോധവും പോയി, പൊക്കോണവും പോയി. ഏതായാലും തെന്നി തെറിച്ച് എവിടെയൊക്കെയോ ചെന്ന് വീണ് റോഡിൽ കിടന്നപ്പോഴത്തേക്കും നമ്മുടെ ഇളയച്ചനെയും കൂട്ടി സച്ചിയും മഹേഷും കൂടെ വന്നപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. നമ്മുടെ സുധി വീണ് കിടക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് വീണ സുധീനെ എടുത്തോട്ട് വീട്ടിലേക്ക് ചെന്നു. പിന്നെ പറയേണ്ട കാര്യമുണ്ടോ? അവിടെ വലിയ പ്രശ്നമായി. നമ്മുടെ ശ്രുതി ആണെങ്കിൽ വിട്ടുകൊടുത്തില്ല. സച്ചിയോട് ദേഷ്യപ്പെടാനും തുടങ്ങി. നിങ്ങൾ എൻ്റെ ഭർത്താവിനെ കൊണ്ട് കുടിപ്പിച്ചല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു, ഞാനല്ല, നിങ്ങളുടെ ഇളയച്ചൻ തന്നെയാന്ന് പറഞ്ഞു. ഇളയച്ചനോട് ചോദിച്ചപ്പോഴോ, അയ്യോ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് മട്ടില് ഇളയച്ചൻ പറഞ്ഞു, ഞാനൊന്നും അല്ല കുടിപ്പിച്ചത്, ഈ സച്ചിയാണ് കുടിപ്പിച്ചതെന്ന് പറഞ്ഞു. ഏതായാലും ഇളയച്ചൻ നുണ പറഞ്ഞു. പിന്നെ അവിടെ ഒരു വലിയ പ്രശ്നം ആവണ്ടല്ലോ എന്ന് ഓർത്ത് തന്നെ നമ്മുടെ സച്ചി പിന്നെ പറയാൻ പോയില്ല. ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കമായി കഴിഞ്ഞാൽ നമ്മുടെ രവീന്ദ്രൻ അറിയും. അപ്പൊ വിഷമാകും. അപ്പൊ അറിയണ്ടല്ലോ, എന്തിനെ വെറുതെ വിഷമിപ്പിക്കണ്ടല്ലോ എന്നോർത്ത് തന്നെ നമ്മുടെ സച്ചി എല്ലാ കുറ്റവും അങ്ങോട്ട് ഏറ്റുവഴങ്ങി. സച്ചി എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. അപ്പൊ സച്ചി ആണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ, സച്ചി അങ്ങനെ ചെയ്യിപ്പിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ലല്ലോ എന്ന് പറഞ്ഞ് സച്ചി പറഞ്ഞു, ഞാനെങ്കിൽ ഞാന്. അപ്പൊ അച്ഛമ്മയും കുറേ വഴക്ക് പറഞ്ഞു സച്ചിനെ. പിന്നെ ചന്ദ്രയ്ക്ക് കിട്ടിയ ചാൻസ് ചന്ദ്രയും പാഴാക്കില്ല. ചന്ദ്രയും നന്നായിട്ട് വഴക്ക് പറയാണ്. ചന്ദ്രയും, നീ അല്ലെങ്കിലും ഇവരുടെ ജീവിതം തകർക്കാൻ വേണ്ടി അല്ലേടാ, എനിക്കറിയാടാ, സുധീനെ ഇട്ടിട്ട് പോകാൻ വേണ്ടി അല്ലേടാ നീ ആഗ്രഹിക്കുന്നത്, അതിനു വേണ്ടി അല്ലേടാ നീ ഇങ്ങനെയൊക്കെ ചെയ്തത് അങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് തുടങ്ങി. ഏറ്റവും ലാസ്റ്റ് ബോധം കെട്ട് കിടക്കുന്ന സുധീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി ശ്രുതി തുടങ്ങിയപ്പോഴത്തേക്കും അതൊന്നും വേണ്ട, കുറച്ച് മോരുവെള്ളം കുടിച്ചാൽ ശരിയാകാന്നുള്ളതേ ഉള്ളൂ എന്ന് പറഞ്ഞ് സച്ചി പോയി മോരുവെള്ളമൊക്കെ കൊടുത്ത് ബോധമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോധം വരണ്ടെന്ന് തോന്നിപ്പോവും. ആ ഒരു അവസ്ഥയാണ്. അവിടെ കിടന്ന് എന്തൊക്കെയോ വിളിച്ചു പറയും, ബിച്ചും പേയും പറയുകയും കരയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കൂടുതൽ ഞാൻ വിശദീകരിച്ച് പറയാത്തത് കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാട്ടോ. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി മഹേഷും നിന്ന് സംസാരിക്കുന്ന ഒരു സീനാണ് കാണുന്നത്. വേറൊന്നുമല്ല, സച്ചി പറയാണ്, എടാ എനിക്ക് സംശയമുണ്ടാ, ഇതുണ്ടല്ലോ മലേഷ്യയിൽ നിന്ന് വന്ന ചരക്കല്ല, ഇത് ശ്രുതിയുടെ ഇളയച്ചനുമല്ല, പൗഡർ ഇടത്തിയങ്ങാണ്ട് എവിടെന്നോ ഇറക്കുമതി ചെയ്ത ഐറ്റം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും, അതായത് നമ്മുടെ ശ്രുതി ഇത് മാറി നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ ശ്രുതിക്ക് മനസ്സിലായി, അയ്യോ സച്ചി ഇതൊക്കെ കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ എന്നുള്ള രീതിയിൽ. അപ്പൊ ഇനി കൂടുതൽ നേരം അവിടെ നിർത്തിക്കഴിഞ്ഞാൽ ശരിയാവില്ലെന്ന് നമ്മുടെ ശ്രുതിക്ക് മനസ്സിലാവുകയാണ് കേട്ടോ. ഏതായാലും ശ്രുതിക്ക് ഇത് മനസ്സിലാവുമ്പോൾ ശ്രുതി എന്താ ചെയ്യുന്നത്, നമ്മുടെ ഇളയച്ചനെ നേരെ ബൈക്ക് പഠിക്കാൻ വേണ്ടി നോക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഇളയച്ചനെ അവിടെ നിന്ന് പറഞ്ഞു വിടാനുള്ള ശ്രമത്തിലാണ്. ഇപ്പൊ ഇനി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരനെ എല്ലാം കുളവാക്കി കൈ കൊടുക്കും. സച്ചിക്കും മഹേഷിനും ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി കഴിഞ്ഞു. അപ്പൊ തെളിവ് സഹിതം പിടിക്കുന്നതിന് മുമ്പ് തന്നെ എങ്ങനെയെങ്കിലും ഇളയച്ചനെ അവിടെ നിന്ന് പറഞ്ഞു വിടണം. അതും അല്ല, ഇളയച്ചനാണ് നമ്മുടെ സുധിയെ കുടിപ്പിച്ചതെന്ന് മഹേഷും സച്ചിയും പറയുന്നത് കേൾക്കുകയും ചെയ്തു. അതുകൂടെ കേട്ടപ്പോഴത്തേക്കും തരിച്ചിങ്ങ് കയറിയില്ലേ, നേരെ റൂമിലേക്ക് ചെന്നിട്ട് ഇളയച്ചനെ പൊക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തോ കോപ്പ് കാണിക്കാനും ഇങ്ങോട്ടേക്ക് വന്നത്, നിങ്ങളോട് പറഞ്ഞതാണോ നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ എൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ജീവിതം? എന്ത് ജീവിതം? കൊച്ചേ, മോളെ, ശ്രുതി, ഇത് കഥയല്ലേ, കഥ നമ്മള് ഇപ്പൊ അഭിനയിച്ചുകൊണ്ടിരിക്കുകയല്ലേ. നിങ്ങളുടെ അഭിനയം ഞാൻ നിർത്തും, ഇന്നോടുകൂടി നിങ്ങളുടെ അഭിനയം നിർത്തിക്കണം, മര്യാദയ്ക്ക് നാളെ ഇവിടെ നിന്ന് സ്ഥലം കാലിയാക്കിക്കണം എന്ന് പറഞ്ഞു. അയ്യോ, എന്താപ്പാ മോളെ ഈ പറയുന്നത്? എൻ്റെ ശ്രുതി മോളെ, നിങ്ങൾ എൻ്റെ ശ്രുതി മോളെ, ആ മോളെ ഈ മോളെ എന്നൊന്നും വിളിക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും കൂടെ നിൽക്കുമ്പോൾ മതി മരുമകൻ ബന്ധവും മകൾ ബന്ധവും ഒക്കെ. അല്ലാത്തപ്പം ബീരാനിക്ക എന്നും ബീരാനിക്ക തന്നെയാ. അതുകൊണ്ട് ഒരു കാര്യം പറയാം, നാളെ രാവിലെ തന്നെ ഇവിടുന്ന് സ്ഥലം വിട്ടോണം. അത് പിന്നെ 3-4 ദിവസം ഇവിടെ നിൽക്കാന്നൊക്കെ പറഞ്ഞല്ലേ വന്നത്. അപ്പൊ പിന്നെ നാളെ രാവിലെ സ്ഥലം വിടുമ്പോൾ അവർക്ക് സംശയം തോന്നൂലേ? സംശയം തോന്നുവാണ്, തോന്നിക്കോട്ടെ, ഞാൻ അങ്ങ് സഹിച്ചോളാം. മര്യാദയ്ക്ക് സ്ഥലം വിട്ട് പൊക്കോണം. ഞാനൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. നാളെ രാവിലെ ബീരാനിക്കയുടെ ഭാര്യ വിളിക്കുന്നു. എൻ്റെ ഭാര്യയോ? എൻ്റെ ഭാര്യ എന്നെ വിളിക്കുമല്ലോ എങ്ങനെയൊന്നും? എങ്ങനെ ഭാര്യ വിളിക്കാനാ? ഭാര്യയ്ക്ക് പോലും വേണ്ടാതെ ഉപേക്ഷിച്ചിട്ടേക്കുമല്ലേ ഇളയച്ചൻ്റെ ഭാര്യ വിളിക്കുന്നു എന്ന്. എന്നിട്ട് ഇളയച്ചൻ്റെ ഭാര്യയ്ക്ക്
എന്തോ അസുഖമൊക്കെ കാരണം ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞൊരു കോള് വരും. ആ കോള് വരുന്നത് ഇവിടുന്ന് പൊക്കോണം. അയ്യോ മോളെ, അങ്ങനെ അങ്ങനെ ചെയ്ത വല്ല സംശയവും? ഇപ്പൊ സംശയമൊന്നും തോന്നിയിട്ടില്ല ആർക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നാളെ കൊണ്ട് നിങ്ങളുടെ അഭിനയമൊക്കെ തീർത്തു. പിന്നെ നിങ്ങൾക്ക് ഇനി സിനിമയിൽ അഭിനയിക്കണം എന്നുണ്ടെങ്കിൽ അവളുണ്ടല്ലോ മീര, എൻ്റെ കൂട്ടുകാരി, കൂട്ടുകാരി തന്നുവിട്ട ചരക്കാണല്ലോ നിങ്ങൾ, അവളോട് പറഞ്ഞാൽ മതി. അവൾ ഉടനെ തന്നെ ഒരു ജോഷി സാറിൻ്റെ പടം സെലക്ട് ചെയ്ത് തരുകയും ചെയ്യും. മോഹൻലാലിൻ്റെ കൂടെ തന്നെ, മോഹൻലാലിൻ്റെ ഒപ്പം തന്നെ അഭിനയിക്കാനും പറ്റും. അതുപോലെ അഭിനയ കുലപതിയാണല്ലോ നിങ്ങൾ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്, നിങ്ങളൊന്നും മിണ്ടാതിരുന്നോണം. ഇപ്പോഴൊന്നും ഇറങ്ങി വന്നേക്കരുത്, ഹാളിൽ പോലും വന്നേക്കരുത്. നാളെ പോകുന്നത് വരെ നിങ്ങളുടെ വാ തുറക്കാൻ പാടില്ല. ഈ വാ തുറന്നു കഴിഞ്ഞാൽ അതിങ്ങനെ ഒട്ടപ്പിക്കും ഞാൻ, പിന്നെ ഒരിക്കലും ഞാൻ തുറക്കാത്ത രീതിയിലാക്കും. ഈ ശ്രുതിനെ അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതി അങ്ങ് പോവുകയാണ് കേട്ടോ. ഏതായാലും ശ്രുതി അങ്ങ് പോയി. ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഇളയച്ചൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ആര്, ചന്ദ്ര ചെന്നിട്ട് പറഞ്ഞു, അയ്യോ സോറി കേട്ടോ, ഏതായാലും ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, ഇതൊന്നും ചെന്ന് ശ്രുതിയുടെ അച്ഛനോട് പറയരുത്. ഞാൻ പറയൂല, ശ്രുതി അത് എന്നോട് പറഞ്ഞായിരുന്നു പറയരുതെന്ന്. അങ്ങോട്ട് ചെന്ന് പറയരുത്. പിന്നെ വേറൊരു കാര്യം പറയണം, അവന് നല്ലൊരു ജോലി തന്നെ കണ്ടുപിടിച്ച് കൊടുക്കണം. അവന് നല്ലൊരു ബിസിനസ്മാൻ ആകാനുള്ള സ്കില്ല് അവനുണ്ട്, എനിക്കറിയാം. അവൻ എൻ്റെ മോനല്ലേ, നല്ല കഴിവ് അവന്. അപ്പോൾ അവന് നല്ലൊരു ജോലി കണ്ടുപിടിച്ച് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഇളയച്ചൻ പറയാണ്, നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു കുറച്ച് ആടിനെ മേടിച്ചിട്ട് ബിസിനസ് തുടങ്ങിയാലോ? ആടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ സച്ചി വന്നിട്ട്, ഇങ്ങർക്ക് ആട് മാത്രമേ ഉള്ളോ? അല്ല, ഇളയച്ചന് എപ്പോഴും ആടിൻ്റെ കാര്യം എന്താ പറയുന്നത്? അല്ല, ഇളയച്ചന് ആടിൻ്റെ ബിസിനസ്സാണോ അങ്ങ് മലേഷ്യയിൽ? എനിക്ക് ആടിൻ്റെ ബിസിനസ് ഒന്നുമില്ല. അല്ല, ഈ ആടിൻ്റെ ബിസിനസ് ലാഭമുള്ളതാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതാ. പിന്നെ ഈ ആടുകളോട് എനിക്ക് വലിയൊരു പ്രിയമാണ്, മമതയാ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഏതായാലും നമ്മുടെ ശ്രുതി അവിടെ നിന്ന് ഉടനെ തന്നെ പാക്കപ്പ് ആക്കാൻ വേണ്ടി റെഡി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കുമാണ് ചന്ദ്ര കുറേ ലിസ്റ്റൊക്കെ ആയിട്ട് വരുന്നത്. ആടിനെ ഭയങ്കര ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് മട്ടൻ ചുക്ക, മട്ടൻ എന്തോ 55ഓ 65ഓ മട്ടൻ സൂപ്പോ ഇതെല്ലാം നാളെ ഉണ്ടാക്കാൻ പോവുകയാണ്. എല്ലാം റെഡി ആയിട്ടുണ്ട്, ഒരാടിനെ മുഴുവനോടുകൂടി മേടിച്ചിട്ടുണ്ട്. ഇതെല്ലാം നാളെ ഇളയച്ചൻ ഉണ്ടാക്കി തരുവാന്ന് പറഞ്ഞിട്ട് ഇളയച്ചൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ആണോ, എനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടല്ലോ, മുട്ടനാടിൻ്റെ ചോരയാണ്, ചങ്കിലെ ചോര. ആ ഇറച്ചി വെട്ടുമ്പം ഇങ്ങനെ തെറിച്ചു വരുന്ന ചോരയുണ്ടല്ലോ, അത് മുഖത്തേക്ക് വന്ന് വീഴുമ്പം അതിൻ്റെ സ്മെല്ല്. ഇത് കേട്ടപ്പോഴത്തേക്കും ശ്രുതിക്ക് മനസ്സിലായി, ഇനി ഇവിടെ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ വഷളാകും, കുളവാകും, ചളമാകും, സച്ചി എല്ലാം കണ്ടുപിടിക്കും. പിന്നെ നമ്മുടെ ശ്രുതിയുടെ നിലനിൽപ്പ് നഷ്ടപ്പെടും. അതുകൊണ്ട് ശ്രുതി എന്ത് ചെയ്യുന്നു, ശ്രുതി അപ്പം തന്നെ ഒരു ഫോൺ കോൾ വരുന്ന പോലെ, ഹലോ, എന്താ ആൻറ്റി എന്താ വിളിച്ചത്? ആണോ, അയ്യോ എന്താ ആൻറ്റിക്ക് പറ്റിയത്? ആണോ, ഓക്കെ ആൻറ്റി പേടിക്കൊന്നും വേണ്ട കേട്ടോ, ഇപ്പം തന്നെ ഞാൻ ഇളയച്ചനെ അങ്ങോട്ട് പറഞ്ഞു വിടാമേ. ഓക്കെ ആൻറ്റി എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര ചോദിച്ചു, ആരാ വിളിച്ചത്? അത് പിന്നെ വേറെ ആരുമല്ല, ആൻറ്റിക്ക് സീരിയസാ. അപ്പം നമ്മുടെ ഇളയച്ചൻ ചോദിച്ചു, ആൻറ്റിക്കോ? ഈ നിൽക്കുന്ന ശ്രുതിയുടെ അമ്മയ്ക്കോ? അപ്പം ചന്ദ്ര പറഞ്ഞു, അയ്യോ എനിക്ക് കുഴപ്പമൊന്നുമില്ല മോളെ. അപ്പോഴാണ് നമ്മുടെ ശ്രുതി പറയുന്നത്, എൻ്റെ ഇളയച്ചൻ്റെ ഭാര്യയ്ക്ക് ആൻറ്റിക്ക് അസുഖങ്ങളാ, എന്തൊക്കെയോ അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയേക്ക്, എന്തൊക്കെയോ ടെസ്റ്റ് ചെയ്യാനൊക്കെ പറഞ്ഞു, ഇച്ചിരി സീരിയസ് ആണെന്നാ പറഞ്ഞത്. ഒരു കാര്യം ചെയ്യുക, എത്രയും പെട്ടെന്ന് ഇളയച്ചൻ പൊക്കോ. അപ്പൊ ചന്ദ്ര പറഞ്ഞു, അയ്യോ അതെങ്ങനെ ശരിയാകും? ഇത്ര പെട്ടെന്ന് പോകുകയെന്ന് വെച്ചാൽ അത് പിന്നെ ആൻറ്റി പേടിക്കണ്ട. ആൻറ്റി ഒരു കാര്യം ഓർക്കണം, ഇപ്പം അവിടെ വേറെ ആരും ഇല്ലല്ലോ, ഭർത്താവ് ഇവിടെ ഉള്ളപ്പം ഒരു ഭാര്യയുടെ അവസ്ഥ എന്താണെന്ന് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടേ ഇളയച്ചൻ ഇപ്പം അങ്ങോട്ടേക്ക് ചെല്ലേണ്ടത് ആവശ്യമാണ്. പാവം ആൻറ്റി പാവം, ആൻറ്റിയുടെ അടുത്ത് ചെല്ല്, ഇളയച്ചൻ എത്രയും പെട്ടെന്ന് ചെല്ല്. ആൻറ്റിയുടെ അസുഖ വിവരങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് ആൻറ്റീനെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി, എന്നിട്ട് രണ്ടുപേരും കൂടെ ഒരു ദിവസം ഇങ്ങോട്ടേക്ക് വാ, ഞങ്ങൾ രണ്ടുപേരും കൂടെ അല്ലേ, ഏതായാലും ഞങ്ങൾ രണ്ടുപേരും കൂടെ മറ്റന്നാൾ ഇങ്ങോട്ടേക്ക് വരാം. അപ്പോൾ പറഞ്ഞു, അയ്യോ മറ്റന്നാളൊന്നും വരണ്ട, ഇനിയിപ്പം മലേഷ്യയിൽ നിന്ന് വർഷങ്ങൾ കഴിഞ്ഞല്ലേ ഈ ഇളയച്ച തിരിച്ചു വരത്തുള്ളൂ, അപ്പം വന്നാൽ മതി ഇളയച്ച എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇളയച്ചനെ അവിടെ നിന്ന് പായ്ക്കപ്പാക്കുക. അപ്പം സച്ചു പറഞ്ഞു, അയ്യോ ഇളയച്ച പോകണ്ട ഇളയച്ച, ഇപ്പം പോയാൽ ഇളയച്ചൻ പോയാൽ ശരിയാവില്ല ഇളയച്ചൻ ഇവിടെ ഇരിക്കതേ, മുട്ടനാടിന്റെ ചോരയൊക്കെ കുടിക്കണ്ടേ, അതൊക്കെ ഞാൻ സംഘടിപ്പിച്ചു തരാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കാണ് ശ്രുതി പറഞ്ഞു, എന്താ സച്ചിൻ നിനക്ക് ഇത്ര നിർബന്ധം ഇളയച്ചനെ ഇവിടെ പിടിച്ചു നിർത്താന്? അവന് സാധാരണ പറഞ്ഞു വിടേണ്ടതാണല്ലോ, പിന്നെ നിനക്ക് എന്താന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ സച്ചു പറഞ്ഞു, ഒന്നുമില്ല, അഭിനയം കാണാമായിരുന്നു. അപ്പൊ പെട്ടെന്ന് ശ്രുതി, അഭിനയമോ? അല്ല, ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല,
അഭിനയമേ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഏതായാലും ഇളയച്ചൻ പോവല്ലേ, ഏതായാലും പൊക്കോ. ഇനിയിപ്പം അടുത്ത വരവ് എന്നായിരിക്കും ഇളയച്ച? അത് പിന്നെ ഞാൻ ഈ എപ്പോഴും വരാമല്ലോ, എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാമല്ലോ. എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാൻ പറ്റുമോ? അത് ഈ മലേഷ്യയിൽ നിന്ന് എത്രയും പെട്ടെന്നൊക്കെ വരാൻ പറ്റുമോ? മലേഷ്യയിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ്റും. നോക്കട്ടെ, കടയ്ക്ക് ലീവ് കിട്ടുവാണെങ്കിലും വെട്ടില്ലാത്ത ദിവസവും അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ഇളയച്ചൻ ഓർത്തത്, അയ്യോ വെട്ട്, അത് പിന്നെ നമ്മുടെ ബിസിനസ്സേ കട്ടേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്ന് പറയണം. അപ്പം പറഞ്ഞ് ശ്രുതി പറഞ്ഞ ഇളയച്ച ബാ ഇളയച്ച, സമയം പോകുന്നു, ഇളയച്ച പെട്ടെന്ന് പോയി ഇളയച്ചാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി നിർബന്ധിച്ച് ഒരു വിധത്തിൽ വെപ്രാളത്തിൽ പാക്കപ്പ് ചെയ്ത് വിടുവാട്ടോ നമ്മുടെ ഇളയച്ചനെ. അവിടെ നിർത്തി കഴിഞ്ഞാൽ വഷളാവുമെന്ന് നമ്മുടെ ശ്രുതിക്ക് നന്നായിട്ട് അറിയാം. ഏതായാലും വെപ്രാളപ്പെട്ട് വിട്ടു. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചിക്ക് വീണ്ടും സംശയം കൂടി കേട്ടോ. മഹേഷിനോട് പറയുകയാണ്, ഇത് അവളുടെ പ്ലാൻ തന്നെയാണ്, നമുക്ക് സംശയം തോന്നുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി, അതുകൊണ്ട് തന്നെ അവൾ ഇത് കയറ്റി അയച്ചതാ. അവള് ഇളയച്ചനുമല്ല, ഇതാരുമല്ല, ഇവള് അവിടുന്ന് എവിടെന്നോ കൊണ്ടുവന്നൊരു പുതിയൊരു സാധനമായത്. ഇത് എന്തോ എനിക്കിതിൽ ഫുള്ള് സംശയം. ഏതായാലും ഇവിടെ നിൽക്കുമായിരുന്നെങ്കിൽ ആ സംശയം നമുക്ക് പൂർണ്ണമാക്കായിരുന്നു. പൂർണ്ണമാക്കാന്നല്ല, ആ സംശയം നമുക്ക് മാറ്റാമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ സച്ചി മഹേഷിനോട് പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും ഇത് കഴിയുമ്പോഴത്തേക്കും ചന്ദ്രയ്ക്കും ശ്രുതിക്കും ഒക്കെ അവിടെ നിൽക്കാൻ ഇഷ്ടമല്ല. അങ്ങനെ ശ്രുതി പറയാം, ഇനിയിപ്പോൾ ഇളയച്ചൻ പോയല്ലോ, നമുക്ക് വീട്ടിൽ പോകാന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് പോരാൻ വേണ്ടിയൊക്കെ തുടങ്ങുകയാണ്. അപ്പം ചന്ദ്രയ്ക്കും ഇഷ്ടമല്ല അവിടെ നിൽക്കാൻ, പണി മുഴുവൻ ചന്ദ്ര ചെയ്യണമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ചന്ദ്ര ഇങ്ങോട്ട് പോരാൻ വേണ്ടിയൊക്കെ ഇരുന്നപ്പോഴത്തേക്കും നമ്മുടെ അച്ഛമ്മ പറയാണ്, വേണ്ട, പോകാൻ പാടില്ല, ഏതായാലും നിങ്ങൾ വന്നു 2 ദിവസം കൊണ്ട് നിന്നിട്ട് പോയാൽ മതി. അച്ഛമ്മ അവിടെ കുറച്ച് കലാപരിപാടികളൊക്കെ, അതായത് ഈ പൊങ്കലിന് കുറച്ച് മത്സരങ്ങളും, അതായത് എന്താ പറയുക, ഒരു ചെറിയ കളികളൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ കുറച്ച് സംഘടിപ്പിക്കുകയൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരെയും കൊണ്ട് ആ ഒരു കളിയൊക്കെ കളിപ്പിച്ച് ചെറിയ മത്സരം പോലെയാണ്. മത്സരത്തിൽ ജയിക്കുന്നവർക്ക് സമ്മാനങ്ങളൊക്കെ നമ്മുടെ അച്ഛമ്മ സ്പോൺസർ ചെയ്യുന്ന കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അടുത്ത ആഴ്ചയിലെ കഥയിലേക്ക് പോകുമായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ ഇത് നെക്സ്റ്റ് വീക്ക് പ്രമോ ആയിട്ട് ഞാൻ പറഞ്ഞേക്കാണ്. കാരണം ഞാൻ ആദ്യം ഇത് നാളത്തെ കഥ എന്നാ പറഞ്ഞതെങ്കിലും ഇതിനകത്ത് ഇപ്പം നമ്മുടെ നെക്സ്റ്റ് വീക്ക് പ്രമോയും കൂടെ കയറി വന്നിട്ടുണ്ട്. ഏതായാലും നെക്സ്റ്റ് വീക്ക് പ്രമോയിൽ ഇനിയും കുറെ ഭാഗമൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം കളികളുടെ കുറച്ച് ഭാഗങ്ങളും, പിന്നെ നമ്മുടെ രേവതിനെ തോൽപ്പിക്കാൻ വേണ്ടി ചന്ദ്രയും ശ്രുതിയും ഒക്കെ തുനിഞ്ഞിറങ്ങുന്നതും, രേവതി അങ്ങനെ തോക്കത്തൊന്നുമില്ല, ഏതായാലും രേവതി തന്നെയാണ് അവിടെ ജയിക്കാൻ പോകുന്നത്. അപ്പം അങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ എങ്ങോട്ടുണ്ട്, അതൊക്കെ കോർത്തിണക്കി ഞാൻ നെക്സ്റ്റ് വീക്ക് വേറൊരു പ്രമോ ആയിട്ട് വരാട്ടോ. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസ നിർത്തുന്നു. അടുത്ത വിശേഷവുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.